വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോൾ തൊട്ടുള്ള മഴയാണ്. പക്ഷേ ഈ ചുരത്തിലോട്ടങ്ങ് കയറി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ക്ലൈമറ്റ് മൊത്തം അങ്ങ് മാറി. വണ്ടി ലൈറ്റ് ഇടാണ്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് കണ്ടോ, ഫുള്ള് മഞ്ഞ്. അത് നല്ല വെളുത്ത പുക പോലത്തെ മഞ്ഞ്. ഈ ഒരു ക്ലൈമറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വയനാട്ടിൽ ഇതുപോലെ ഭയങ്കരമായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ വരും, നല്ല ഫോഗിയായിട്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇതിൽ പോയിട്ടുണ്ടെങ്കിലും പേരിയാച്ചോരം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇതെല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട്. കാരണം ഇവിടെയാണ് ലാസ്റ്റ് ടൈം ഉരുളൊക്കെ പൊട്ടി ഈ റോഡൊക്കെ ഒലിച്ചു പോയത്. ഇങ്ങനെ മഞ്ഞൊക്കെ ഉള്ള വഴി കൂടെ വണ്ടികൾ ലൈറ്റൊക്കെ ഇട്ട് വരുന്നത് കാണാൻ തന്നെ അതൊരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു കല്ല് കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ ഒരു സൈഡിൽ വയനാടെന്നും മറ്റേ സൈഡിൽ കോട്ടയെന്ന് എഴുതി വെച്ചേക്കുന്നത്. കണ്ണൂരേക്ക് പോകുന്ന വഴിക്ക് എന്തുകൊണ്ടാണ് കോട്ടയെന്ന് എഴുതി വെച്ചതെന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും അറിയാവോ? ഈ വയനാട്ടിൽ വയനാട് എന്ന് പറഞ്ഞൊരു സ്ഥലമില്ല. ലൈക്ക് കേരളത്തിൽ കേരളം എന്ന് പറഞ്ഞ സ്ഥലമില്ലാത്ത പോലെ, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥലമില്ലാത്ത പോലെ. എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ട കല്ലില്ലേ, അത് പണ്ട് ബ്രിട്ടീഷുകാരുടെ ടൈമിലെങ്ങാണ്ട് ഉണ്ടാക്കി വെച്ചതാണ്. കാരണം അതിൽ വയനാട് എന്നുള്ള സ്പെല്ലിങ് തന്നെ വേറെ രീതിയിലാണ്. ചില സ്ഥലങ്ങളിൽ ഈ കല്ലും മണ്ണൊക്കെ ചെറുതായിട്ട് പൊട്ടി വരുന്നുണ്ട്. മഴ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ പൊട്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വെള്ളം പോകാൻ വേണ്ടി സൈഡിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് ടൈം ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഈ മരങ്ങളൊക്കെ കൂടി നിൽക്കുന്ന അധികം വെളിച്ചം വരാത്ത സ്ഥലങ്ങളെത്തുമ്പോഴാണ് ഏറ്റവും അടിപൊളി. ഇരുണ്ട് കിടക്കുന്ന സ്ഥലങ്ങളില്ല, ഇതാ ഇതുപോലെ. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ, ലൈറ്റ് ഇട്ടിട്ടും ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അതുകൊണ്ട് പയ്യാണ് താഴോട്ട് ഇറങ്ങിയത്. ഈ ചുരത്തിൻ്റെ താഴെ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അങ്ങോട്ട് പോയ ടൈമിൽ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം ചെല്ലുമ്പോൾ എന്തായാലും നല്ല വെള്ളം ഉണ്ടാവും. എലപ്പീടിക എന്ന് പറഞ്ഞ വെള്ളച്ചാട്ടമാണിത്. വണ്ടിയും കൊണ്ടൊക്കെ വരുമ്പം പാർക്ക് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലമുണ്ട് ഇവിടെ. ഈസി ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇറങ്ങി ഇവിടുന്ന് കാണാം വെള്ളച്ചാട്ടം. നമ്മൾ മൂന്നാറിലായിട്ടൊക്കെ പോകുമ്പം ആ ഒരു ചുരം തുടങ്ങുന്നതിന് മുമ്പ് ഒരു വെള്ളച്ചാട്ടമുണ്ട്. അതുപോലെ വയനാട്ടിലേക്ക് വരുമ്പോൾ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് ഈ എലപ്പീടിക വെള്ളച്ചാട്ടം. മുകളിൽ നല്ല മഴയായതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളം തന്നെ വരുന്നുണ്ട് ഇതിൽ. പിന്നെ നല്ല ഒട്ടുക്കത്തെ തണുപ്പ്.